അമ്മ സംഘടന എക്സിക്യൂട്ടീവ് മെമ്പറായ നീന കുറുപ്പ് താൻ അനുഭവിച്ച ക്രൂരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി നൽകിയ പരാതിക്കത്ത് പുറത്തുവിട്ട ആലപ്പി അഷ്റഫ്. അമ്മയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ജഗദീഷ് തന്നെ നേതൃസ്ഥാനത്ത് എത്തണമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ: മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പറായ നീന കുറുപ്പിന്റെ സംഘടനയും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ അമ്മയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി പരാതി നൽകിയിരുന്നു. ആ കത്തിന്റെ പൂർണ്ണരൂപം വായിക്കാൻ പറ്റില്ല. അതിൽ നിറയെ അശ്ലീല പദങ്ങളാണ്. എന്നാലും പ്രശസ്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. 2026 ഫെബ്രുവരി 13-ന് കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ കുടുംബസംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിധരായിരിക്കെ ടിനി ടോം എന്ന പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എൻ്റെ വ്യക്തിത്വത്തിനെയും ആത്മാഭിമാനത്തെയും ഗുരുതരമായി മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈകൊട്ടി മുറുക്കി ആക്രോശത്തോടെ രീതിയിൽ എൻ്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും അതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റാത്തതിന് കാരണം അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാത്തതിനാണ് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീഷണിപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന കാര്യവും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്മേൽ മതതീവ്രവാദത്തിന്റെ മതപരിവർത്തനത്തിന്റെ ശ്രമങ്ങളുമായി അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടതും സാക്ഷ്യം വഹിച്ചതുമാണ്. അതുപോലെ തന്നെ ഈ അംഗങ്ങളും അവരുടെ രണ്ടാനച്ഛനും തമ്മിൽ അനാചാരമായ ലൈംഗിക ബന്ധമുണ്ടെന്നും അത്തരത്തിലുള്ള സൂചനകളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അപകടകരമായി പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഈ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതി അസോസിയേറ്റിനുള്ളിൽ ഭയം, അസ്വസ്ഥത, അനാദരം എന്നിവ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ചില വനിതാ അംഗങ്ങളെ അദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്തലിനും പരസ്യമായ അപമാനത്തിനും ഭയന്ന് തുറന്ന് അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നിങ്ങനെയാണിത്. ഒരു സ്ത്രീയോടാണ് ടിനി പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്തത് എന്ന് ഓർക്കുക. എന്നിട്ട് ഈ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വരാൻ ചില സ്ത്രീകൾക്ക് ഒട്ടും നാണമില്ലെന്നും മാനവുമില്ല. നാറിയവനെ ചുമക്കുന്നവരും നാറും. അല്ലെങ്കിൽ സംഘടനയുടെ കാലാകാലങ്ങളായി ഇതുതന്നെ നടക്കുന്നത്. സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസവും വിവരവുമൊക്കെയുള്ള ജഗദീശിനെ ഇല്ലാക്കഥകൾ കെട്ടിച്ചമച്ച് ചവിട്ടി മെതിച്ചപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് സ്വയം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെയാണ് പല കപടമുഖങ്ങളും ഇതിന് അകത്ത് കയറി ആധിപത്യം ഉറപ്പിച്ചത്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് മാലാപാർവതിയായിരുന്നു. കെട്ടുകഥകൾക്ക് തിരക്കഥ രചിച്ചതും അവർ തന്നെ. ഇപ്പോൾ അവർ ചെയ്ത പാതകത്തിന് മാപ്പ് ചോദിച്ച് അലമുറയിട്ട് കരയുന്നു. ജഗദീഷായിരുന്നു തലപ്പത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ജാതിമത വർഗ വർണ്ണ വിവേചനങ്ങൾ ഒന്നും തന്നെ ജഗദീഷിനില്ല. കാര്യങ്ങൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിവും പ്രാപ്തിയും അനുഭവ സമ്പത്തുമുണ്ട്. അമ്മയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ജഗദീഷ് തന്നെ എത്തേണ്ടി വരുന്നു എന്ന് പറയുന്നു.